നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ജാമ്യ ഹർജികൾ പരിഗണനയ്ക്ക് വരുന്ന ദിവസമാണ്. സർക്കാർ വളരെ വിശേഷപ്പെട്ടതായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന രണ്ട് അറസ്റ്റുകൾ, അതൊന്ന് തന്ത്രിയുടെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ, മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ്, അത് മൂന്നാമത്തെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട്. ഈ രണ്ട് ജാമ്യ ഹർജികളും ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ്. രണ്ടുപേർക്കും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഒപ്പം ഇറാനിൽ വലിയ സംഘർഷം തുടരുകയാണ്. ഒരു വ്യത്യാസവുമില്ല. ഒരു ചെറിയ വ്യത്യാസമുള്ളത് അമേരിക്കയുമായി ചില അനുനയ നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ടോ എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഒപ്പം വിഴിഞ്ഞം വാർഡിലെ അടക്കം 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വരാനുണ്ട്. വിഴിഞ്ഞത്ത് ജയിച്ച് 51 അംഗസംഖ്യയിലേക്ക് കോർപ്പറേഷനിൽ BJP എത്തുമോ, അതോ ഇടതുപക്ഷം സീറ്റ് നിലനിർത്തുമോ എന്നതോ കാത്തിരുന്ന് കാണണം. 8 മണിക്കാണ് അവിടെ വോട്ടെണ്ണൽ ആരംഭിക്കുക. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകൾ ആദ്യം നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയിലും കസ്റ്റഡി അപേക്ഷയിലും കോടതി ഉത്തരവുണ്ടാകും. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരിയായ യുവതി ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയേക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയും ഇന്ന്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും സമരത്തിന്. ലോക്ഭവന് മുന്നിൽ ഇന്ന് രാപ്പകൽ സമരം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുവെന്ന ആരോപണം. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്നറിയാം. വിഴിഞ്ഞത്ത് 3 മുന്നണികൾക്കും നിർണായകം. വോട്ടെണ്ണൽ 8 മണി മുതൽ. ഇറാനിൽ മരണസംഖ്യ 600 കടന്നു. തെരുവ് യുദ്ധം തുടരുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറെന്ന അവകാശവാദവുമായി ട്രംപ്. ഇറാനോട് വാണിജ്യബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ചുമത്തി. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു വെനസ്വേല. 116 പേരെ മോചിപ്പിച്ചുവെന്ന് ഭരണകൂടം. ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. നമുക്കറിയാം, രാഹുൽ ഇപ്പോഴുള്ളത് മാവേലിക്കര സബ് ജയിലിലാണ്. പ്രതിയെ ഹാജരാക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ജാമ്യാപേക്ഷയിലും അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും കോടതി ഉത്തരവുണ്ടാകും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയായ യുവതി വിദേശത്ത് നിന്ന് തലസ്ഥാനത്തെത്തിയതായി സൂചനയുണ്ട്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുമെന്നാണ് വിവരം. SITയുടെ സംരക്ഷണത്തിൽ ആണ് ഇവർ എന്നും വിവരമുണ്ട്. ശരണ്യ സ്നേഹജനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡ് തടവുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുകയാണ്. രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ കാണാനെത്തിയ സുഹൃത്തുക്കളെ ഒന്നും കാര്യമായി കാണാൻ തയ്യാറായില്ല. ഒരാളോടോ മറ്റോ സംസാരിച്ചു എന്ന് അറിയുന്നു. എന്താണ് സാഹചര്യം? ഇന്നിപ്പോൾ മറ്റു തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയോ പോലീസ്? രഞ്ജിത്ത്, സാധാരണ തടവുകാരന് കിട്ടുന്ന പരിഗണന മാത്രമാണ്. MLA എന്നുള്ള രീതിയിൽ യാതൊരുവിധ പ്രിവിലേജും രാഹുലിന് മാവേലിക്കര സബ് ജയിലിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണ തടവുകാരൻ എന്നുള്ള പരിഗണന മാത്രമാണ്. ഇന്നലെ ഡോക്ടറെ മാവേലിക്കര ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ വിളിപ്പിച്ചിരുന്നു. ഡോക്ടറുടെ പരിശോധനകളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ജയിൽ അധികൃതരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇന്നലെ രാഹുലിനെ സന്ദർശിച്ചിരുന്നു. പക്ഷേ ആരെയും കാണാനായി രാഹുൽ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഉച്ചയോടുകൂടി സഹോദരി ഭർത്താവ് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായാണ് എത്തിയത്. അവര് മാത്രമാണ് രാഹുൽ അകത്തേക്ക് കടത്തിവിടാനായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. സാധാരണ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ച് പോകുന്നു. ഇന്നലെ കോടതി മാവേലിക്കര ജയിലിലേക്ക് എത്തിച്ച ദിവസം രാത്രിയുള്ള ഭക്ഷണവും രാവിലെ ചപ്പാത്തി അടക്കമുള്ള ജയിൽ ഭക്ഷണമൊക്കെ കഴിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മറ്റു രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ പല പ്രതികരണങ്ങളും നടത്തിയിരുന്നു MLA എന്നുള്ള രീതിയിൽ. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ജയിലിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് സൂപ്രണ്ട്. കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് ജയിൽ
ഇല്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം സൂപ്രണ്ടിന്റെ ഭാഗത്ത് പറയുന്നു. പക്ഷേ അത് കോടതി മുഖാന്തരം അത്തരം അപേക്ഷ വന്നാൽ മാത്രമേ അത് പരിഗണിക്കാനാകൂ എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും എന്നുള്ളതാണ്. തിരുവല്ല കോടതിയാണ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. മാത്രമല്ല ഇന്നലെ പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൂതൻ വഴി തിരുവല്ല കോടതിയിലേക്ക്, മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി ബന്ധപ്പെട്ടവർ അയച്ചിരുന്നു. അതും പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനായുള്ള നിർദ്ദേശം മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാഹുലിനെ തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. ഒപ്പം തന്നെ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന്, ജാമ്യാപേക്ഷയുടെ ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 7 ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനായി കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുക. അതിനുള്ള നടപടിക്രമങ്ങളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുലിനെ കോടതിയിലേക്ക്, പ്രത്യേകിച്ച് തിരുവല്ല കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് തിരുവല്ല കോടതിയിലേക്ക് രാഹുലിനെ എത്തിക്കും. നമുക്കറിയാം ഏപ്രിൽ 24 ഈ സംഭവം നടന്നിട്ടുള്ളത്. അതായത് പരാതിക്കാരി പറയുന്ന ഈ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഏപ്രിൽ പത്തനംതിട്ടയിൽ വെച്ചിട്ട് ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ അടക്കം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത്തരം പ്രൊസീജിയറുകളിലേക്ക് കടക്കുന്നതിനും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് കസ്റ്റഡി അപേക്ഷ പ്രധാനമാണ്. കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തിരുവല്ല കോടതി പരിഗണിക്കും. അതാണ് സാഹചര്യം. ഏതായാലും വലിയ തോതിൽ രാഹുൽ നിർണായകമായ ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഈ പരാതിക്കാരി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രഹസ്യമൊഴിയടക്കം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ. അതിനുള്ള സാധ്യതകളുണ്ടോ? അത്തരം നീക്കങ്ങൾ കൂടി SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? സ്വാഭാവികമായും ഇങ്ങനെ മൊഴി നൽകിയാൽ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അത് ബലപ്പെടും, കുറച്ചുകൂടി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. അത്തരം നീക്കങ്ങളാണോ ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുള്ളത്? വിദേശത്ത് നിന്ന് ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടി തിടുക്കത്തിലായി പോയില്ലേ എന്ന വിമർശനം ഒരു കോണിൽ നിന്ന് ഉയർന്നു തുടങ്ങിയതിന് പിന്നാലെയാണ് ഈ നടപടിക്രമങ്ങൾ, അതായത് ഈ പരാതിക്ക് ഒരു നിയമസാധുത കൈവരുന്നതിന് വേണ്ടി പരാതിക്കാരിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്ന നിഗമനത്തിൽ SIT എത്തിയത്. അതിന് പിന്നാലെയാണ് യുവതി അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് അവരോട് തന്നെ അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിയത്. അങ്ങനെയാണ് അത് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവർ SITയുടെ സംരക്ഷണത്തിൽ നിലവിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും മജിസ്ട്രേറ്റിന് മുമ്പാകെ. അത് എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കാരണം ഏത് മജിസ്ട്രേറ്റിന് മുമ്പിലും ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അവരുടെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. അങ്ങനെ രഹസ്യമൊഴി കൂടി കൈമാറി കഴിഞ്ഞാൽ തീർച്ചയായും ആ പരാതിക്കൊരു നിയമസാധുത കൈവരും. അങ്ങനെയെങ്കിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുമോ അതോ അല്പം കൂടെ കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും ആദ്യം കസ്റ്റഡി അപേക്ഷയാകും പരിഗണിക്കുക. അതിനുശേഷം മാത്രമേ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ. ഒരുപക്ഷെ 4-5 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നാണ് SITയുടെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ അടക്കം എത്തിച്ച് രാഹുലുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്. അതോടൊപ്പം ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി രാഹുലിന്റെ സ്മാർട്ട് ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആദ്യ ദിവസം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നത്. പക്ഷെ അതിന് വ്യക്തമായ മറുപടി രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം മാത്രമാണ് ഉണ്ടായത്. മറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു പ്രതിരോധം തീർക്കുകയായിരുന്നു രാഹുൽ. പക്ഷേ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇനി അനിവാര്യമാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കാരണം ഈ 3 കേസുകൾക്കും സമാനമായ ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരാഴ്ചത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും SIT. അതാണ് സാഹചര്യം. ശരണ്യ, ഒപ്പം രാഹുല്, നമുക്കറിയാം നേരത്തെ രാഹുലുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളും
ആളുകളുമൊക്കെ രാഹുലിനെ സംരക്ഷിക്കാനും മറ്റും പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ജയിലിൽ ഏതാണ്ട് ഏകാന്തവാസമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെയുള്ള ഒരു ആത്മവിശ്വാസം രാഹുലിന് പൊതുവേ ഇല്ല. മറ്റ് 2 കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത രാഹുൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യമായ തരത്തിൽ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും കുറച്ചുകൂടി ഗൗരവമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നുണ്ടോ? ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ ഇയാളെ കൊടുക്കുക എന്നുള്ളത്, ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ അത്തരത്തിൽ കോടതിയിൽ ബോധിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അന്വേഷണ സംഘം, അതായത് യുവതി തന്നെ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം അതിനനുസരിച്ചുള്ള, അതായത് ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് പോയാൽ അതിന് ഗുണകരമാകുന്ന രീതിയിലുള്ള സാമ്പിളുകളടക്കം, അതായത് ഗർഭം അലസിപ്പോകുന്ന ഘട്ടത്തിൽ അതിൻ്റെ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത്തരം ശാസ്ത്രീയ പരിശോധനകൾ കൂടി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളാണ് ഈ പെൺകുട്ടി എന്നുള്ള യുവതി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം കൂടി ഉണ്ടാവും. അത്തരം പരിശോധനകൾക്ക് വേണ്ടിയാണോ അത്തരത്തിൽ രാഹുൽ രക്തസാമ്പിളുകളടക്കം ശേഖരിച്ചത്? കാരണം മെഡിക്കലിന് എത്തിക്കുന്ന ഘട്ടത്തിൽ രക്തസാമ്പിളുകളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് കേസുകളിൽ നിന്ന് വിഭിന്നമായി അത്തരത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ എവിഡൻസ് ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. 7 ദിവസത്തേക്ക് കസ്റ്റഡി വാങ്ങണം എന്നുള്ളതാണ്. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശത്തുള്ള യുവതിയാണ് ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയത്. പിന്നീട് സൂം മീറ്റിങ്ങിലൂടെ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അവർ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശാനുസരണം അത്തരം നടപടിക്രമങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുലിനെ ഇത്തരത്തിൽ രാത്രി പാലക്കാട്ടെ ഹോട്ടൽ റൂമിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. തിടുക്കത്തിലുള്ള നടപടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പോലീസിന് മുന്നിലേക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ MLA കൂടിയാണ് രാഹുൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ പഴുതടച്ചുള്ള അന്വേഷണ രീതി അല്ലെങ്കിൽ മറ്റ് കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി. അതിന് ഇന്നിപ്പോൾ കോടതിയിൽ രാഹുലിനെ ഹാജരാക്കിയ ശേഷം 7 ദിവസം SIT ടീം അംഗങ്ങൾ രാഹുലിനെ കസ്റ്റഡിയിലേക്ക് വാങ്ങാനുള്ള അപേക്ഷയാണ് നൽകുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിനുശേഷം തിരുവല്ലയിൽ വെച്ചാണ് ഈ പീഡനം നടന്നിട്ടുള്ളത്, ബലാത്കാരം നടന്നിട്ടുള്ളതെന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഇടങ്ങളിലടക്കം എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് യുവതിയുടെ കൂടെ സഹായം ആവശ്യമുണ്ടെന്നുള്ള, യുവതി ഇന്ന് എത്തുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കുറെ കൂടി അതിനകത്ത് പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷമായിരിക്കും കസ്റ്റഡിയിലെത്തി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പൂർത്തീകരിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കസ്റ്റഡി അപേക്ഷ പരിഗണനയ്ക്കുണ്ട്. ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ശ്രമങ്ങൾ രാഹുലിൻ്റെ അഭിഭാഷകൻ നടത്തുന്നു. കോടതിയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാദമുഖങ്ങൾ നിരക്കുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ടിൽ രാഹുൽ ഈശ്വർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. തിരുവനന്തപുരം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും അറസ്റ്റ് അനിവാര്യമെന്നുമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പരാതിക്കാരിയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിലെ പരാമർശം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായിരുന്ന തന്ത്രിയെ പിന്നീട് പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്ത്രിയെ മാപ്പുസാക്ഷിയാക്കുക എന്ന നീക്കം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്പോഴും ഇനിയും ജയിലിൽ തുടരുക എന്നുള്ളത് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. പരമാവധി ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുക, കൂടുതൽ ചോദ്യം ചെയ്യുക, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക തുടങ്ങിയ നീക്കങ്ങൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനീഷ്, എന്താണ് പ്രോസിക്യൂഷൻ തന്ത്രിക്ക് ജാമ്യം നിഷേധിക്കാനായി
മുന്നോട്ട് വെക്കുന്ന വാദമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം തന്ത്രിയുടെ ജാമ്യാപേക്ഷയും പരിഗണനയ്ക്കുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി രാജീവ് കണ്ഠരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം തന്ത്രിയെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു തന്ത്രി ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ചത്. തുടർന്നും ജാമ്യാപേക്ഷ 13-ന് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. തന്ത്രിക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നും തന്ത്രിയെ കുടുക്കിയതാണെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ തന്ത്രി ആചാരലംഘനം നടത്തിയെന്നും സ്വർണം കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നുമായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതും. എന്തായാലും ഇന്ന് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ വിധിയുണ്ടാകും. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ ഇന്ന് വിജിലൻസ് കോടതി ഹാജരാക്കും. റിമാൻഡ് കാലാവധി നീട്ടിവാങ്ങാനാണ് സാധ്യത. എന്നാൽ തന്ത്രിക്കായിട്ട് കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കില്ലെന്നും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും തന്ത്രിക്കും ഇന്നേറെ നിർണായകമായ ദിവസമാണ്. കസ്റ്റഡി അപേക്ഷ പ്രോസിക്യൂഷൻ സമർപ്പിക്കുന്നുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം ഇന്ന് അറിയാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചുവെന്ന ആക്ഷേപം ഉന്നയിച്ച് ലോക് ഭവന് മുന്നിൽ ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന് തുടക്കമാവുകയാണ്. രാവിലെ 10-ന് AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സമരം അവസാനിക്കും. അതായത് 24 മണിക്കൂർ സമരമാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ LDFന്റെ ഒരു കേന്ദ്ര വിരുദ്ധ സമരമുണ്ടായിരുന്നു. അതും കേന്ദ്ര നയങ്ങൾ കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചായിരുന്നു. അതേപോലെ തന്നെ കേന്ദ്രത്തിനെതിരെ സമരം കടുപ്പിക്കുകയാണ് UDFും പ്രത്യേകിച്ച് കോൺഗ്രസും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച 3 വാർഡുകളിലെ ഫലം ഇന്നറിയാം. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം, മലപ്പുറം മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ രാവിലെ 10 മണി മുതലാണ്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടെ 51 സീറ്റുകളുമായി കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് വിഴിഞ്ഞം വാർഡിലെ വിജയം നിർണായകമാണ്. വിഴിഞ്ഞം വാർഡിൽ വിജയിച്ചാൽ BJPക്ക് സ്വതന്ത്രന്റെ പിന്തുണയില്ലാതെ തന്നെ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് സ്വന്തം നിലയിലെത്താനാകും. എന്നാൽ നിലവിൽ CPMന്റെ സിറ്റിംഗ് സീറ്റായ വിഴിഞ്ഞം നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന് അഭിമാന പ്രശ്നവുമാണ്. സീറ്റ് തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും. ഓരോ മണ്ഡലത്തിലെയും ചുരുക്കപ്പട്ടിക കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട ചർച്ച. വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് വലിയ ആവേശം ഉൾക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. സുനിൽ കനിഗോലുവിൻ്റെ ടീം നടത്തിയ സർവേ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്കപ്പുറം ജയസാധ്യത മാത്രമാണ് ഇത്തവണ പരിഗണിക്കേണ്ടത് എന്നാണ് പൂർണ്ണമായ നിർദ്ദേശം. അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്രയും വേഗം കടക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, അവിടെ രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു, മുൻ MLA എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകും എന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി LDFന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് UDFന്റെ ശ്രമം. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറക്കിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. LDFനെയും UDFനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളം പഞ്ചായത്തിനുണ്ട്. നിലവിൽ LDFന്റെ കൈവശമാണ് മണ്ഡലം. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അതേസമയം സീറ്റുറപ്പിക്കാനായി പ്രമുഖ നേതാക്കൾ പലരും ചരടുവലി തുടങ്ങി. മുൻ MLA AK മണിയും D കുമാറും
അനിൽ തറനിലമടക്കം സജീവമായി രംഗത്തുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചാൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ആർ രാജാറാം, എം മുത്തുരാജ് എന്നിവരിലൊരാൾക്ക് നറുക്ക് വീഴാനാണ് സാധ്യത. മണ്ഡലത്തിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFന് മികച്ച തോതിൽ വോട്ട് നിലവാരം ഉയർത്താൻ കഴിഞ്ഞതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തങ്ങൾക്കനുകൂലമാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. സംവരണ മണ്ഡലമാണ് ദേവികുളം. ന്യൂസ് 18 ഇടുക്കി. നമുക്ക് വളരെ ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയിലാണ്. ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ തീരുവ 25% അത് US പ്രസിഡന്റ് ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ട്രംപ്. രാജ്യത്ത് സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അത് ഇന്ത്യയെയും കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. US-നും ഇറാനുമിടയിൽ യുദ്ധഭീതിയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നത് പരിഗണിക്കുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതേസമയം അമേരിക്ക ആക്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇത്തരത്തിൽ വലിയ സംഘർഷം ഇറാനിൽ പുരോഗമിക്കുകയാണ്. തെരുവ് യുദ്ധമാണ് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ പ്രവിശ്യകളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കൻ ഇടപെടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഒരു തരത്തിലും ഒരു അടരഞ്ജനത്തിനോ അല്ലെങ്കിൽ സമാധാനത്തിനോ ഒരു തരത്തിലും നീക്കങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അമേരിക്കൻ ഭീഷണി അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ ഇറാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് അവരും കൂടി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇറാനുമേൽ ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ വൈറ്റ് ഹൗസിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. അത്തരത്തിൽ പല ചർച്ചകൾ നടന്നതിൽ ഒന്ന് മാത്രമാണ് ഈ എയർ സ്ട്രൈക്കിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ട്രംപ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ചകൾക്കാണ്. അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ഓപ്ഷൻ എന്നുള്ള നിലയിൽ മാത്രമേ സൈനിക നടപടി അദ്ദേഹം സ്വീകരിക്കാറുള്ളൂ. എന്നാൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ്, ഈ സൈനിക നടപടിക്കുള്ള നീക്കങ്ങളാണ് കൂടുതൽ ചർച്ചയാകുന്നത് എന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞത്. ഇപ്പോൾ US ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇറാനിലുള്ള US പൗരന്മാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രാജ്യത്തുണ്ടെങ്കിൽ എത്രയും വേഗം രാജ്യത്ത് നിന്ന് പുറത്തു പോകണം, രാജ്യം വിടണം എന്ന് US തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോഴിതെല്ലാം നയിക്കുന്നത് അമേരിക്ക ഇറാന് മേൽ ഒരു സൈനിക നീക്കം നടത്തും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളിലേക്കാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ച തീരുവ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാര ബന്ധം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത്. അതായത് ട്രംപ് ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് അന്തിമവും അതുപോലെ ഫൈനലുമായിരിക്കും, ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ 25% തീരുവ നിലവിൽ വരുന്നതോടുകൂടി അത് ഇന്ത്യയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്ത്യയും ഇറാനും തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സാമാന്യം ഒരു കുറഞ്ഞ വ്യാപാരമാണ്. 2019 വരെ ഇന്ത്യയും ഇറാനും തമ്മിൽ ഏതാണ്ട് $17 ബില്യൺ വ്യാപാരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കേവലം 1.84 ബില്യൻ്റെ വ്യാപാരം മാത്രമേ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുള്ളൂ. പ്രധാനമായിട്ടും ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് കൂടുതൽ. ഈ തേയിലപ്പൊടി, അതുപോലെ തന്നെ ബസ്മതി റൈസ്, അതുപോലെ മറ്റ് ഈ വൈദ്യുതി ഉപകരണങ്ങൾ, പഞ്ചസാര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ഇറാനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ താരതമ്യേന കുറവാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. മുൻപ് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചിരുന്നു. എന്നാൽ ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങളും മറ്റും കാരണം 2019 ശേഷം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ 25% തീരുവ ഇറാനുമായി ബന്ധം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ അത് ചെറിയ വ്യാപാരമാണെങ്കിൽ പോലും ഇന്ത്യയും മോശമായി തന്നെ ബാധിച്ചേക്കും നിലവിലെ സാഹചര്യത്തിൽ.
ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഭീഷണികൾ തുടരുമ്പോൾ ഇറാനും ചുമ്മാതെ ഇരിക്കുന്നില്ല. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എഫ് എം അരക്ചി അദ്ദേഹം കഴിഞ്ഞ ദിവസം അൽ ജസീറയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. അദ്ദേഹം ആ അഭിമുഖത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഇറാൻ തങ്ങളെ US തങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ യുദ്ധത്തിന് പോലും തങ്ങൾ മടിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ട്രംപിന്റെ അവകാശവാദം ഇറാന് ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകുന്നു, ചർച്ചകൾക്കൊക്കെ തയ്യാറാകുന്നു എന്നും മറ്റുമാണല്ലോ അജയ്. അതിൽ വാസ്തവമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം പല കാര്യങ്ങളിലും ഇത്തരം അധിക വർത്തമാനങ്ങൾ പറയുന്ന ഒരാൾ കൂടിയാണ് ട്രംപ്. അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? ഒരു തരത്തിലും അനുരഞ്ജനത്തിന് അമേരിക്കയുമായി ഇറാൻ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇറാനിലെ സാഹചര്യങ്ങൾ അത് നമുക്കിപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല രഞ്ജിത്ത്. കാര്യം അവിടെ ഇൻ്റർനെറ്റ് നിരോധനമുണ്ട്. ഇപ്പോൾ സ്റ്റാർലിങ്ക് വഴിയുള്ള കമ്മ്യൂണിക്കേഷനും പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് അവർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മറ്റ് കാര്യങ്ങളൊന്നും പുറത്തു പോകുന്നില്ല. എന്നാലും ഇപ്പോൾ അവിടെ ഭരണകൂടം ഈ പ്രതിഷേധങ്ങൾ ഇത്രയധികം വ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടം ഒരു അനുരഞ്ജന നീക്കമാണ് നടത്തുന്നത് എന്ന് നമുക്ക് ആദ്യമേ വ്യക്തമായ കാര്യമാണ്. ഇതിനു മുൻപേ 2019 അവിടെ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. ഏറ്റവും അവസാനമായി 2023 ഒരു പ്രതിഷേധം നടന്നിരുന്നു. അപ്പോഴെല്ലാം വലിയ രീതിയിൽ സൈന്യത്തെ മറ്റും ഇറക്കി അതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുന്ന ഒരു നീക്കമായിരുന്നു ഇറാൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ ഈ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കാം. ആദ്യഘട്ടത്തിൽ ഈ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു $7 വില വരുന്ന ധനസഹായം നൽകാമെന്ന് പ്രഖ്യാപിക്കുക വരെ അന്ന് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനുരഞ്ജന നീക്കം പലപ്പോഴും അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല വിദേശകാര്യ നയതന്ത്രജ്ഞന്മാരും പ്രതികരിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ പ്രതികരിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചപ്പോഴൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യം US-മായി നിരന്തരം ചർച്ചകൾ തുടരുന്നതായിട്ടാണ് ഇവരെല്ലാവരും പ്രതികരിച്ചത്. എന്നാൽ US-ൻ്റെ ഈ കടുത്ത ഭാഷയിലുള്ള നിലപാടിൽ അതിന് തക്കതായിട്ടുള്ള മറുപടിയും അവർ നൽകുന്നുണ്ട്. അപ്പോൾ US-മായി ചർച്ചകൾ നടക്കുന്നതായി അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു അനുരഞ്ജന ശ്രമം, ഈ ആക്രമണം നടക്കാതിരിക്കാനുള്ള ഒരു നീക്കം അത് നടത്തുന്നതായിട്ട് ആരും പറയുന്നില്ല. ഈ യുദ്ധ സാഹചര്യം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിട്ടും പറഞ്ഞിട്ടില്ല. യുദ്ധ സാഹചര്യത്തിനെ പറ്റി ഈ ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികൾ പ്രതികരിക്കുമ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം ഇവിടെ പാർലമെൻറ്റ് സ്പീക്കർ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ വിദേശകാര്യ മന്ത്രി പറഞ്ഞതാണെങ്കിലും, ഈ US ആക്രമിച്ചാൽ തക്കതായിട്ടുള്ള മറുപടി നൽകും, തക്കതായി തിരിച്ചടിക്കും, യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള രീതിയിലാണ് മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സ്പീക്കർ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിലുള്ള US ബേസുകളെയും US കപ്പലുകളെയും ആക്രമിക്കും എന്നുവരെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ US അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആഭ്യന്തര പ്രശ്നം, തെരുവുകളിൽ വലിയ യുദ്ധം നടക്കുന്നു, അവിടെ കൂടുതൽ പ്രവിശ്യകളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നു, അത്തരമുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഒരു തരത്തിലും ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം വല്ലാതെ വർദ്ധിക്കുന്നുവെന്നാണ് നേരത്തെ അജയ് പറഞ്ഞതുപോലെ. അവിടെ അകത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകാൻ വലിയ പ്രയാസമുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നു, എത്ര പേർ മരിച്ചു എന്നൊക്കെ അറിയാൻ അത് ചില മാധ്യമങ്ങൾ വഴി മാത്രം അറിയുന്ന വിവരമാണ് നമുക്കുള്ളത്. പക്ഷേ അപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അത്യന്തം വഷളാണ് എന്നുള്ള സൂചനകൾ തന്നെ അല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിൽ മരണസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് US ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ചില ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 600ഓളം പേർ മരിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. 10,000-ലധികം പേരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായി തന്നെ അവിടുത്തെ സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അവിടെ ചില വ്യാപാരികൾക്കിടയിൽ മാത്രം നിലനിന്നിരുന്നൊരു പ്രതിഷേധമായിരുന്നു. അതായത് അവിടുത്തെ കനത്ത വിലവർധന, അതുപോലെ തന്നെ ഈ വിലവർധന, ഇൻഫ്ലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരികൾ ആദ്യം രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മുടെ അയൽരാജ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് പോലെ യുവാക്കൾ വരെ ഈ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഇൻഫ്ലേഷനും വിലവർധനവും മാത്രമല്ല കാരണം. ഇറാനിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന പല അസ്വസ്ഥതകളും ഇത്തരം പ്രശ്നങ്ങൾ അത് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇത് സുപ്രീം ലീഡറിന് ഇപ്പോൾ
ഇപ്പോൾ ഈ വധശിക്ഷ എന്നുള്ള രീതിയിൽ ഈ അവിടുത്തെ ഖമനയ്ക്കെതിരെ തന്നെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങാൻ കാരണവും ഇത് തന്നെയാണ്. പ്രധാനമായിട്ടും വരൾച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് ഇറാൻ നേരിടുന്നുണ്ട്. ഈ വരൾച്ച അതിന് മറ്റ് ധനസഹായങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ പൂർണ്ണമായിട്ടും പരാജയമായിരുന്നു. മുൻപ് ഹിജാബ് വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിന്നിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ പല വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളും അവിടുത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നു. ഇത്തരം വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ അസ്വസ്ഥതകൾ അതെല്ലാം കൂടി വന്നാണ് ഇപ്പോൾ ഈ സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ മുൻപ് സൈന്യത്തെ ഉൾപ്പെടെ മുന്നിട്ടിറക്കി എല്ലാം അടിച്ചമർത്തിയ ശീലമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് പോലും സാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് പോകുന്നത്. ഇത്തരത്തിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ 1979 അവിടെ എങ്ങനെയാണോ ഇസ്ലാമിക് റവല്യൂഷൻ നടന്നൊരു ഭരണമാറ്റം ഉണ്ടായത് അതുപോലെ ഒരു റവല്യൂഷനിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം തന്നെ നമുക്ക് കാണേണ്ടി വരും. അതാണ് ഇറാനിലെ സാഹചര്യം. ഏതായാലും കാത്തിരുന്നു കാണണം എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. വലിയ പ്രതിഷേധം ഇറാനിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകും എന്നുള്ള എല്ലാ സൂചനകളും പുറത്തു വരുന്നുമുണ്ട്. നിക്കോളാസ് മഡൂറോയെ അമേരിക്ക അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചു വെനസ്വേല. 116 രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ചെന്ന് ഭരണകൂടം അറിയിച്ചു. മനുഷ്യാവകാശ പ്രവർത്തകരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സഫലമായത്. മരിയ കൊറീന മെച്ചാഡോ പ്രതിപക്ഷ നേതാവ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. അടുത്തയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മെച്ചാഡോ കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം. ഇതിനിടെ മെച്ചാഡോയുടെ വരവിനെ ട്രംപ് സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ഡൽഹി ഹൈക്കോടതി ഇന്നു മുതൽ അന്തിമവാദം കേൾക്കും. ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും SFIOയ്ക്കും കേന്ദ്ര സർക്കാരിനുമായി അഭിഭാഷകൻ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് അന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണ വാദം കേൾക്കാൻ മാറ്റിയത്. ഇന്നലെയാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നടൻ വിജയ് ഡൽഹിയിലെത്തി CBIക്ക് മുന്നിൽ ഹാജരായത്. ഇന്നലെ പ്രാദേശിക ഭരണകൂടത്തിനെതിരെയാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ആക്ഷേപം ഉന്നയിച്ചത്. ഇന്നും വിജയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഹാജരാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പൊങ്കൽ ആഘോഷമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇത് കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങണമെന്ന ആവശ്യം വിജയ് മുന്നോട്ട് വച്ചിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അജയ് സുധാബിജ് തുടരുന്നുണ്ട്. അജയ്, ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക ഭരണകൂടമാണ് ദുരന്തത്തിന് കാരണക്കാരെന്നായിരുന്നു വിജയുടെ പൂർണ്ണമായ മൊഴി. എല്ലാ ചോദ്യങ്ങൾക്കും വിജയ് ഉത്തരം നൽകാൻ തയ്യാറായോ? എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, നിലവിൽ ലഭിക്കുന്ന ഒരു സൂചന അനുസരിച്ച് വിജയോട് 35 ചോദ്യങ്ങളാണ് CBI പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വിജയ് ഒരു സാക്ഷി എന്നുള്ള നിലയിലാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. അതിൽ വിജയ് എന്തുകൊണ്ടാണ് ഏതാണ്ട് 7 മണിക്കൂറോളം ലേറ്റായിട്ടാണ് വിജയ് കരൂരിലെത്തിയത്, എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകാനുണ്ടായ കാരണം, അതുപോലെ തന്നെ ഇത്ര പെട്ടെന്ന് സ്ഥലത്ത് നിന്ന് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്ത ശേഷം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ കരൂർ വിട്ട് ചെന്നൈയിലേക്ക് എത്തിയത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ താരത്തിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം താരം നൽകിയിരുന്നു. 10ഓളം അഭിഭാഷകരടങ്ങുന്ന സംഘത്തിനോടൊപ്പമാണ് വിജയ് ഇപ്പോൾ CBI ആസ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു സജ്ജമായിട്ടുള്ള രീതിയിലാണ് വിജയ് ചോദ്യങ്ങളെ നേരിട്ടിരുന്നത്. 5 മണിക്കൂർ താരത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ ഇനിയും അവസാനിച്ചിട്ടില്ല, ഇനിയും അത് തുടരണം. എന്നാൽ ഈ പൊങ്കൽ ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് വിജയ് CBI അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഈ താരത്തിൻ്റെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യൽ പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു CBI. എന്നാൽ പുതുക്കിയ തീയതി അത് എന്നാണെന്ന് ഇതുവരെയും അറിയിച്ചിട്ടില്ല. അതിന് പിന്നീട് അറിയിക്കേണ്ടതുണ്ട്. വിജയ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുടെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ TVKയ്ക്കോ വിജയ്ക്കോ ഈ കരൂരിൽ നടന്ന ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ മുൻപ് പലതവണ ആവർത്തിച്ചിട്ടുള്ള കാര്യം അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് വിജയ്. അതായത് ഒരു കൃത്യമായ
ശക്തമായ ഗൂഢാലോചന ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വിജയ് പറയുന്നു. അതുപോലെ TVKക്ക് യാതൊരു ബന്ധവുമില്ല. ഈ കരൂർ വിട്ട് എത്രയും വേഗം ചെന്നൈയിലെത്താൻ കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്ഥിതിഗതികൾ വഷളാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോയത് എന്നാണ് വിജയ് പറഞ്ഞത്. അതായത് മുൻപ് ഈ TVKയുടെ നേതാക്കളെ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ അടക്കം എന്താണോ CBIയോട് പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് വിജയും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. TVK ഒരേ നിലപാട് സ്വീകരിച്ച് അതേ ഒരു നിലപാട് മാറ്റാതെ ആ ഒരു നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല CBIയോട് പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ നേതാക്കളും ചോദ്യം ചെയ്യലിന് കൃത്യമായി ഹാജരായി. മറ്റ് തെളിവ് ശേഖരണത്തിനുൾപ്പെടെ വിജയുടെ വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്ന ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തി. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു നിലപാടാണ് TVK സ്വീകരിച്ചിട്ടുള്ളത്. ഈ ആദ്യം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ആഭ്യന്തര അന്വേഷണവും അതുപോലെ SIT അന്വേഷണത്തിനൊന്നും തന്നെ TVK സഹകരിച്ചിരുന്നില്ല. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഗൂഢാലോചന ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു TVKയുടെ ആരോപണം. ഇതുതന്നെയാണ് CBIക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചതും. എന്തായാലും ഇനി CBI ഇപ്പോൾ വിജയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ മൊഴിപ്പകർപ്പ് വിജയുടെ അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട്. വിജയുടെ അഭിഭാഷകർ അത് പരിശോധിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കൗതുകം ഉണർത്തുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിജയെ ചോദ്യം ചെയ്തപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ CBI പകർത്തിയിരുന്നില്ല എന്നതാണ്. സാധാരണ എന്തെങ്കിലും ഒരു ഉന്നത വ്യക്തികളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എവിഡൻസ് കൂടി CBI പകർത്താറുണ്ട്. എന്നാൽ വിജയെ ചോദ്യം ചെയ്തപ്പോൾ മാത്രം ഈ വീഡിയോ പകർത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിജയ് ഒരു താരം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ്. എന്നിട്ടും ഈ വീഡിയോ ചിത്രീകരിക്കാതെ ഒരു രേഖാമൂലമുള്ള ചോദ്യം ചെയ്യൽ അതുമാത്രമാണ് CBI സ്വീകരിച്ചിരിക്കുന്നത് എന്നതിവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും മൊഴിപ്പകർപ്പ് ഉൾപ്പെടെ വിജയുടെ അഭിഭാഷകർ പരിശോധിച്ചിട്ടുണ്ട്. ഇനി തുടർ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞ് CBIയുടെ ഒരു ഫൈനൽ ചാർജ് ഷീറ്റ് വരുമ്പോഴായിരിക്കും വിജയെ ഏത് തരത്തിലാണ് പരിഗണിച്ചിട്ടുള്ളത്. സാക്ഷി എന്നുള്ള നിലയിൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇനി മറ്റ് എന്തെങ്കിലും തരത്തിൽ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുമ്പോൾ വിജയെ മറ്റേതെങ്കിലും നിലയിലേക്ക് മാറ്റുമോ, കൂടുതൽ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായും വിജയ് എന്തായാലും ഇന്ന് CBIക്ക് മുന്നിലേക്കില്ല. തമിഴ്നാട്ടിലെ പൊങ്കൽ പ്രമാണിച്ച് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്ന ആവശ്യം CBI അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോക മണ്ണ് ദിനാചരണത്തിൽ മണ്ണിനെ അറിഞ്ഞും പരിചരിച്ചും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് എന്ന പ്രമേയത്തിലാണ് ഇക്കൊല്ലം ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എക്സിബിഷനും ശില്പശാലകളും സംഘടിപ്പിച്ചു. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്ന സന്ദേശത്തിലാണ് ഇക്കൊല്ലത്തെ ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ, പ്രദർശനം, വിദ്യാർത്ഥികൾക്കായി മണ്ണ് മാധ്യമമായുള്ള ചിത്രരചന, സോയിൽ ആർട്ട്, പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് സമാപനം കുറിച്ചുള്ള ലക്ഷദ്വീപം നാളെ. ലക്ഷദ്വീപത്തിന്റെ ട്രയൽ ഇന്ന് നടക്കും. 54 ദിവസം പിന്നിടുന്ന മുറജപത്തിന് സമാപനം കുറിച്ചാണ് മഹാദീപ കാഴ്ച. ക്ഷേത്രഗോപുരത്തിന് മുകളിൽ വൈദ്യവിളക്കുകളാകും തെളിയിക്കുക. ശീവേലിപ്പുരയിലെ കൽത്തൂണുകൾ, മതിലകത്തെ മണ്ഡപങ്ങൾ, പത്മതീർത്ഥക്കര എന്നിവിടങ്ങളിൽ തിരികിട്ട് എണ്ണവിളക്കുകളും കത്തിക്കും. വിളക്കുകൾ കത്തിക്കാൻ 100ഓളം പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 14-ന് വൈകിട്ടാണ് ലക്ഷദ്വീപം. ആയിരക്കണക്കിന് വിശ്വാസികൾ ലക്ഷദ്വീപം കാണാൻ എത്തും. കെമിസ്ട്രി പഠിപ്പിച്ചവർ പോലും നോക്കാതെ പറയാൻ ബുദ്ധിമുട്ടുന്ന പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ ചിഹ്നം മാത്രം നോക്കി പേര് പറയുന്ന ഒരു 5 വയസ്സുകാരൻ മിടുക്കനുണ്ട് മലപ്പുറത്ത്. ആരുഷ് ഋത്വിജ് എന്ന പന്താവൂർക്കാരനാണ് ഈ കൊച്ചുമിടുക്കൻ. 118 മൂലകങ്ങളുടെയും പേരുകൾ സിമ്പിൾ മാത്രം നോക്കി കാണാതെ പറയും ആരുഷ്. hydrogen, helium, lithium, beryllium, boron, carbon, oxygen, fluorine, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, chlorine, argon, potassium, calcium. സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച പീരിയോഡിക് ടേബിൾ ഇന്നൊന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും ബുദ്ധിമുട്ടും. കാരണം ഒന്ന് നോക്കി ഉറപ്പിക്കാതെ പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അതാണ് മലപ്പുറം ജില്ലയിലെ പന്തവൂർ സ്വദേശിയായ ആരുഷ് ഋത്വിജ് എന്ന 5 വയസ്സുകാരൻ കാണാതെ പറയുന്നത്. 118 മൂലകങ്ങളുടെ പേര് ചിത്രം നോക്കി പറയും. 1 finger, 1 finger, tap, tap, tap. 2 finger, 2 finger, cut, cut, cut.
Three finger, beautiful, beautiful. Four finger, cross, cross, cross. Five finger, bye, bye, bye. ഒരു വ്യക്തിയുടെ നൈപുണ്യ വികസനം 6 വയസ്സിലാണ് അതിൻ്റെ ഉന്നതിയിലെത്തുന്നതെന്ന സ്കൂൾ അധ്യാപകരുടെ തിരിച്ചറിവാണ് ആരുഷ് എന്ന ജീനിയസിനെ വാർത്തെടുത്തത്. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ആരുഷിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ അധ്യാപിക ഷാലിയാണ് എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ നിന്നത്. അവന് എന്തും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ആൾക്ക് എന്തൊരു സംഭവം ആളെ ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുത്താൽ ആൾ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യുകയും ചെയ്യും. അത് മറക്കില്ല ആള് പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മിസ്സേ ഓരോ ലെറ്റേഴ്സ് കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് എന്താ മിസ്സേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നി ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയതാണ്. അപ്പോൾ ആളത് കംപ്ലീറ്റ്, അത് 1 മന്ത് എടുത്തിട്ടില്ല, ഒരു 20 ഡേയ്സ് കൊണ്ട് അത് കംപ്ലീറ്റ് പഠിക്കുകയും ചെയ്തു. മൂലകങ്ങൾ മാത്രമല്ല, വിവിധ ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും അവയുടെ പതാകയും എല്ലാം തിരിച്ചറിയാൻ ആരുഷിനാകും. ഈ ടോപ്പിക്ക് മാത്രമല്ല, എല്ലാ ടോപ്പിക്കും അവൻ അങ്ങനെ തന്നെ. ഫ്ലാഗ് ആണെങ്കിലും അവനെ മറ്റൊരാൾ പഠിക്കുമ്പോൾ അത് ദൂരെ നിന്നിട്ടാണെങ്കിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. അവൻ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അത് തിരിച്ച് നമുക്ക് റിപ്ലൈ തരികയും ചെയ്യും. പന്താവൂർ സംസ്കൃതി സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ. ന്യൂസ് 18 തിരൂർ. ഇടുക്കിയിലെ ഏലപ്പാറ, വാഗമൺ തുടങ്ങിയ ജനവാസ മേഖലകളിൽ വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാകുന്നത് ജനങ്ങളെയും സഞ്ചാരികളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുകയാണ്. വനം വകുപ്പിന്റെ നടപടികൾ ഫലപ്രദമല്ലെന്ന ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏലപ്പാറ, വാഗമൺ മേഖലകളിൽ കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഈ മേഖലയിൽ പൂട്ടിക്കിടക്കുന്നതും കാടുപിടിച്ചതുമായ നിരവധി തോട്ടങ്ങൾ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നു. ഇവിടേക്കെത്തുന്ന മൃഗങ്ങൾ തിരികെ വനത്തിലേക്ക് പോകാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസേന എത്തുന്ന വാഗമണിലെ വന്യജീവി സാന്നിധ്യം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രദേശത്തെ തോട്ടങ്ങളിലെ കാട് വെട്ടിത്തെളിച്ച് കൃഷി പുനരാരംഭിക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി. ഒരു നിർമ്മാണ പ്രവർത്തനം പോലും നടക്കാത്ത രീതിയിലാക്കിയിട്ടിരിക്കുന്ന ഇത് കാരണം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല. സർക്കാർ ഇടപെട്ട് എത്രയും വേഗം ഈ വനമേഖല പോലെ കിടക്കുന്ന തോട്ടം ഭൂമികളും അതുപോലെ സർക്കാരിന്റെ കുത്തകപ്പാട്ടത്തിൽ കിടക്കുന്ന കൃഷി ചെയ്യാത്ത ഭൂമികളും ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ നാട്ടുപ്രദേശത്ത് ജനവാസ മേഖലകളിലുള്ള വന്യജീവി ആക്രമണത്തിന് ഒരു കുറവും വരുത്തുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഗവൺമെന്റിന്റെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ നടത്തുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പിന് സാധിക്കാത്തതും ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. മുൻപ് വന്യമൃഗശല്യം ഉണ്ടായപ്പോഴെല്ലാം ഉയർന്നു വന്ന പരാതികളിൽ അധികൃതർ ശാശ്വത പരിഹാരം കാണാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ശുദ്ധജല മത്സ്യകൃഷി നടത്തിയിരുന്ന കുളത്തിൽ നിന്നും വിളവെടുപ്പിന് ഭാഗമായ മത്സ്യങ്ങളെ മോഷ്ടിച്ചതായി പരാതി. ഇടുക്കി രാജാക്കാട് മമ്മട്ടിക്കാനം പുത്തൻപുരയ്ക്കൽ സന്തോഷിന്റെ ഏലത്തോട്ടത്തിലുള്ള കുളത്തിൽ നിന്നുമാണ് 10,000 രൂപയുടെ മത്സ്യങ്ങളെ കടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുളത്തിൽ നിറഞ്ഞുകിടന്ന മീനുകളാണിത്. എന്നാൽ ഇന്ന് കുളത്തിലുള്ളത് വളരെ കുറച്ച് ചെറുമീനുകൾ മാത്രം. ബാക്കിയുള്ളവയെല്ലാം രാത്രിയുടെ മറവിൽ അജ്ഞാതർ മോഷ്ടിച്ചു. 9 വർഷമായി പുത്തൻപുരയിൽ സന്തോഷ് വളർത്തി വന്നവയാണിവ. ഏറ്റവും ഒടുവിൽ 2500 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചത്. തിലോപ്യ, നട്ടറടക്കമുള്ള മീനുകൾ അടുത്ത ദിവസം വിളവെടുക്കാനിരിക്കെയാണ് നഷ്ടമായത്. കുറച്ച് മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. സന്തോഷ് രാജാക്കാട് പോലീസിൽ പരാതി നൽകി. 2000-ഓളം മീൻകുഞ്ഞുങ്ങൾ ഇട്ടതായിരുന്നു. അതിലെല്ലാം വിളവെടുക്കാറായ മീനുകളായിരുന്നു. നട്ടറും സിലോപ്പിയായിരുന്നു ഏറ്റവും കൂടുതൽ. നട്ടറും ഒരുവിധം മുഴുത്ത മീനുകളായിരുന്നു. വലിയ മീനുകൾ മുഴുവൻ ഇതിലാരോ എന്താ സംഭവിച്ചതെന്നറിയില്ല. വലിയ മീനുകൾ മുഴുവൻ കൊണ്ടുപോയി. ചെറിയ കുഞ്ഞു മീനുകളെല്ലാം ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഒരുപാട് രൂപ ഞങ്ങൾക്കിതിൽ നഷ്ടമുണ്ട്. രാവിലെ തോട്ടം നോക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മീനുകൾക്ക് തീറ്റ നൽകാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. മുൻപും ഇവിടെ മോഷണ ശ്രമം നടന്നിരുന്നു. ഇതിനുശേഷം CCTV സ്ഥാപിച്ചു. പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കൂട്ടാറിൽ പഞ്ചായത്ത് വക സ്ഥലത്തുള്ള വോളിബോൾ കോർട്ടിനെ ചൊല്ലി വിവാദം. കളിക്കളം വിട്ടു നൽകുന്നില്ലെന്ന് പരാതിയുണ്ട്. നാട്ടുകാർ വോളിബോൾ പഞ്ചായത്ത് ജീവനക്കാരെ ഏൽപ്പിച്ച് പ്രതിഷേധിച്ചു.
കൂട്ടാറിൽ പ്രവർത്തിക്കുന്ന കരുണാപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. മുമ്പ് ഇവിടെ വോളിബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഇത് മുടങ്ങി. പിന്നീട് പ്രദേശത്തെ യുവജന കൂട്ടായ്മ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുകയും കഴിഞ്ഞ ഭരണസമിതി സ്ഥലത്ത് കളിക്കളമൊരുക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് ഇവിടെ വോളിബോൾ കളിക്കാൻ ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ജീവനക്കാരെത്തി നെറ്റും മറ്റ് സംവിധാനങ്ങളും അഴിച്ചുമാറ്റി. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവാക്കൾ ഓഫീസിലെത്തി വോളിബോൾ കൈമാറിയത്. അതേസമയം പഴയ ഗ്രൗണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ബാങ്കടക്കം ഇവിടേക്ക് മാറേണ്ടതിനാൽ അനുമതി വാങ്ങാതെ ഒരുക്കിയ കളിക്കളം നീക്കം ചെയ്യുകയായിരുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്ത് ഇവിടെ രാത്രി ഒരു പന്തുകളി കോർട്ട് ഇവിടെ നിർമ്മിക്കുകയും അതാരാണെന്ന് പിറ്റേ ദിവസം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ലൈബ്രറിയുടെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു. പഞ്ചായത്തിൻ്റെ ഒരു അനുമതിയോടുകൂടിയോ അല്ലെ പഞ്ചായത്തിൽ ആരോടും ആലോചിക്കാതെ കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ആണ് ഈ സ്ഥാപിച്ചിരിക്കുക. എന്നാൽ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കളിക്കളം നഷ്ടപ്പെടുന്നതിലെ അമർഷത്തിലാണ് നാട്ടുകാർ. മത്സരങ്ങൾ പലതും വൈകുന്നേരങ്ങളിലായിട്ട് പോലും പഞ്ചായത്ത് അതുപോലും അനുവദിക്കാൻ തയ്യാറാകാത്തതിലാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ മാതൃകാ കർഷകനായ രാജാക്കാട് സ്വദേശി കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം സമൃദ്ധമായ വിളനിലം മാത്രമല്ല, ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 56 ഇനം പച്ചക്കറികളാണ് 4 പതിറ്റാണ്ടിൽ അധികമായി ഈ കർഷകൻ പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പമാണ് കൃഷ്ണൻ ഇടവിളയായി 56 ഇനം പച്ചക്കറികളും നട്ടുപരിപാലിക്കുന്നത്. മുൻ വർഷങ്ങളിൽ 96 ഇനം പരിപാലിച്ചിരുന്നു. കൃഷി പരിപാലനത്തിനും ചെലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രധാന വിളകൾക്ക് വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ കൃഷി ലാഭകരമാണ്. 56 ഇനം ശീതകാല പച്ചക്കറികൾ ജൈവ രീതിയിലാണ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ജൈവ കൃഷി ലാഭകരമാണ്. ചൈനീസ് കാബേജ്, ലെറ്റൂസ്, വയലറ്റ് കാബേജ്, സാധാ കാബേജ്, കോളിഫ്ലവർ, വെറൈറ്റി ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പണിക്കാറുണ്ട്. ഭാര്യ ലാഭമില്ലാതെ നമ്മളോടൊപ്പം നിൽപ്പുണ്ട്. എല്ലാവരും സഹകരണം, കൃഷിഭവൻ്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ജൈവവളവും ജൈവ കീടനാശിനിയൊക്കെ നൽകിയാണ് ചേട്ടൻ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ തലമുറയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ കുറവാണ്. എന്നാൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇവിടെ ഒരു 6 ഏക്കറിൽ പച്ചക്കറി തന്നെ ചെയ്യുന്നത് ജൈവവളം മാത്രം. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇനി വരുന്ന തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒരു സന്ദേശം കൂടിയാണ്. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ എന്നിവയ്ക്കും വെല്ലുവിളിയാകാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴക്കിടവിളയായി കൂർക്ക, പയറ്, ബീൻസ് എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് ക്യാബേജും കെയിൽ ലെറ്റ്യൂസ്, ചൈനീസ് ക്യാബേജ് തുടങ്ങിയവയാണ്. ജമന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവമാണ്. ഇടുക്കി ജില്ലയിലെ വട്ടവട, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശീതകാല പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടത്തുന്ന ജില്ലയിലെ ഏക കർഷകൻ കൂടിയാണ് കൃഷ്ണൻ കണ്ടമംഗലം. കൃഷ്ണന് പിന്തുണയുമായി ഭാര്യ രാധയും ഒപ്പമുണ്ട്. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് മടക്കം. മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്. കൃഷിയെ സ്നേഹിക്കുന്നവർക്ക്, കൃഷിയെ വരുമാനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാനും പഠിക്കാനും ഏറെയുണ്ട് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടത്തിൽ. ഇതറിയാനായി എത്തുന്നവരെ ഇരുകൈയും നീട്ടിയാണ് കൃഷ്ണൻ സ്വീകരിക്കുന്നത്.
വ്യത്യസ്ത കൃഷിരീതികളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ദിവസവും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തലസ്ഥാനത്ത് എത്തും. ഓരോ മണ്ഡലത്തിലെയും ചുരുക്കപ്പട്ടിക കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട ചർച്ച. വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് വലിയ ആവേശം ഉൾക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മിഥുന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. വിജയം മാത്രമാണ് ലക്ഷ്യമെന്നും എന്ത് തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് തയ്യാറാണ് എന്നും ഉള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. മുതിർന്ന നേതാക്കളൊക്കെ മത്സരരംഗത്തുണ്ടാകും. എന്തൊക്കെയാണ് പ്രധാന തീരുമാനങ്ങളായി വരിക? രജിത്ത്, നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതുതന്നെയാണ് ലക്ഷ്യ 2026 എന്ന വയനാട്ടിലെ ക്യാമ്പിൽ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ടീം കനകൂലു ഒരു ചുരുക്ക പട്ടിക ഇതിനോടകം തന്നെ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് 3 മുതൽ 5 പേരുടെ പട്ടികയാണ് ഓരോ മണ്ഡലത്തിലും തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് 2 പേരിൽ ചുരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മധുസൂദൻ മിസ്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ 2 ദിവസക്കാലം അദ്ദേഹം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ആരാണ് ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്, അതായത് മണ്ഡലത്തിൽ വിജയസാധ്യത നോക്കി മാത്രം അവരെ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലുമൊക്കെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിച്ചുമൊക്കെ മുന്നോട്ട് പോയിരുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു തരത്തിലുമുള്ള ഗ്രൂപ്പിന്റെ ഇടപെടൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇന്നയാൾ പറയുന്നതനുസരിച്ച് ഇന്നയാളെ ഇന്നടുത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള മുൻകാലങ്ങളിലെ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കം അത് ഇത്തവണ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ള വ്യക്തി ആരാണോ ആ മണ്ഡലത്തിൽ കൃത്യമായി അവിടെ വിജയക്കൂടി പാറിക്കാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ള വ്യക്തി ആരാണോ അയാളെ കണ്ടെത്തി അയാളിലേക്ക് സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കുക എന്നുള്ള കൃത്യമായ നടപടിയായിരിക്കും ഇത്തവണ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ട രീതിയിൽ ഒരു പ്രാഥമിക ചുരുക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ മണ്ഡലത്തിലും 3 മുതൽ 5 വരെ സ്ഥാനാർത്ഥികളാണ് അതായത് അംഗങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് 2ലേക്ക് ചുരുക്കും. അതിനുശേഷം അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ ഒരാളിലേക്ക് ചുരുങ്ങുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കം. മകരവിളക്കിനായി ശബരിമല സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഇന്നലെ 70,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയെന്നാണ് കണക്ക്. ഇന്ന് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെയാണ് മകരവിളക്ക്. മകരവിളക്കിനായി ശബരിമല സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 70,000-ത്തിലധികം പേർ മാത്രമാണ് എത്തിയെങ്കിലും അതിന് മുൻപത്തെ ദിവസങ്ങളിൽ എത്തിയവരൊക്കെ തന്നെ സന്നിധാനത്ത് തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പാണ്ടിത്താവളത്തിലും ഉരക്കുഴിക്ക് പോകുന്ന വഴിയിലും തുടങ്ങി പല മേഖലകളിലായിട്ട് തീർത്ഥാടകർ വലിയ ഒരു കാത്തിരിപ്പിന്റെ കൂട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ഷെഡ് കെട്ടിയും അതേപോലെ പർണശാല കെട്ടിയും ഒക്കെ ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നാണെങ്കിലും നല്ല തിരക്കാണ്. ഇപ്പോൾ തീർത്ഥാടകരുടെ വരി ശരംകുത്തിയിലേക്ക് നീണ്ടിട്ടുണ്ട്. പഴയ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടതുപോലെ വളരെ വേഗത്തിൽ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല നിലവിലുള്ളത്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. വരും മണിക്കൂറുകളിൽ എത്തുന്നവരും സന്നിധാനത്ത് തന്നെ തങ്ങും എന്ന ഒരു വിലയിരുത്തലാണ് പോലീസും ദേവസ്വം ബോർഡും ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ അധികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മകരവിളക്ക് ദിവസം 2 ലക്ഷത്തോളം പേർ ഇവിടെ ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും മുന്നൊരുക്കങ്ങളുള്ളത്. അതേസമയം തന്നെ സന്നിധാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ചിട്ടുള്ള കർമ്മങ്ങളും പുരോഗമിക്കുകയാണ്. ഇന്നലെ പ്രാസാദ ശുദ്ധിക്രിയ ചടങ്ങുകൾ നടന്നു. ഇന്ന് ബിംബ ശുദ്ധിക്രിയ ചടങ്ങുകളാണ് നടക്കുക. അതുപോലെ തന്നെ നാളെയാണ് മകരവിളക്ക്. നാളെ ഉച്ചയ്ക്ക് 2:58 നട തുറക്കും. 3:08 മകര സംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്യ് കൊണ്ടാണ് ഈ സമയത്ത് മകര സംക്രമ പൂജയുടെ സമയത്ത് അഭിഷേകം നടത്തുക. തുടർന്ന് വൈകുന്നേരമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. 6 മണിയോടെ പന്തളത്തുള്ള തിരുവാഭരണം ഇവിടേക്ക് എത്തിച്ചേരും. ആ നിമിഷത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് തീർത്ഥാടകരെ സംബന്ധിച്ചുള്ളത്. അതിനുശേഷം 6:30 ദീപാരാധനയ്ക്ക് ശേഷം ആണ് മകരവിളക്ക് തെളിയുക. ഈ ഒരു സമയം, അതായത് നാളെ വൈകുന്നേരം
ഉച്ചയ്ക്ക് 3 മണി മുതൽ ഈ മകരവിളക്ക് തെളിയുന്ന ഈ ഒരു സമയം വരേക്ക് തീർത്ഥാടകർക്ക് 18ാം പടി വഴി കയറാൻ കഴിയുകയില്ല. നാളെ ഉച്ചവരെ മാത്രമാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് 18ാം പടി ചവിട്ടാൻ കഴിയുക. തുടർന്ന് ഈ ചടങ്ങിന് ശേഷമായിരിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവുക. അതേപോലെ വലിയൊരു മുന്നൊരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ 1500-ലധികം പോലീസുകാരും മറ്റും ഇവിടെയുണ്ട്. 500-ലധികം പോലീസുകാർ ഇന്ന് കൂടുതൽ സുരക്ഷാ ജോലികൾക്കായി ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ 2000-ലധികം പോലീസുകാരുടെ വലിയ ഒരു സംഘമാണ് ഈ മകരവിളക്ക് ദിവസം ഇവിടെ സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിക്കപ്പെടുക. നാളെ 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്താൻ കഴിയുകയില്ല. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസിന്റെ നിർദ്ദേശങ്ങളും ഇതിനോടകം പുറത്തിറങ്ങി കഴിഞ്ഞു. മകരവിളക്ക് കഴിഞ്ഞ് 3 വഴിയിലൂടെ വേണം പുറത്തേക്ക് പോകാൻ. എന്നും പോലീസിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ താഴത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ഒരുമിച്ച് ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല തുടങ്ങി കർശന നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയ തീർത്ഥാടകർക്ക് മുൻപത്തെ പോലെ പർണശാലയിൽ അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്യാനുള്ള പെർമിഷനും അല്ലെങ്കിൽ അനുവാദവും ഒന്നുമില്ല. സൗജന്യമായ ഭക്ഷണം ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മകരവിളക്കിന്റെ ആ ഒരു വലിയ തിരക്കിലേക്ക് സന്നിധാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് തീർത്ഥാടകരുടെ സന്നിധാനം. ഇനി മകരവിളക്കിന്റെ ആ ഒരു സമയത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് തീർത്ഥാടകരെല്ലാം തന്നെ. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നമുക്കിനിയും നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. എറണാകുളം കമ്മട്ടിപ്പാടത്തെ മഹേഷ് രേഷ്മ ദമ്പതികളുടെ മകൾ കാർത്തിക മഹേഷിന്റെ 12ാം പിറന്നാളാണ് ഇന്ന്. കാർത്തിക മഹേഷിന് എല്ലാ ആശംസകളും നേരുന്നു. കൊല്ലം കടക്കൽ സ്വദേശികളായ രഞ്ജിത്ത് ശിവിന ദമ്പതികളുടെ മകൾ ധ്വനിയുടെ 1ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. ധ്വനിക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ ഇവാന്റെ 4ാം പിറന്നാൾ. 4 വയസ്സുകാരൻ ഇവാൻ പിതാവ് നിലിൻ, അമ്മ ആൻസി എന്നിവരാണ് ആശംസകൾ നേരുന്നത്. ഇവാന് എല്ലാ ആശംസകളും ന്യൂസ് 18 വക. നമുക്ക് രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.